നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കാര്യം പറ, എന്താന്ന് വെച്ചാ തെളിച്ച് പറ. പിന്നെ ഐശ്വര്യ ഈ നാട്ടിലില്ല. ഈ നാട്ടിലില്ലെന്ന് എന്നുവെച്ചാ അത്യാവശ്യമായിട്ട് എങ്ങോട്ടെങ്കിലും പോയതായിരിക്കും, തിരിച്ചു വരാതിരിക്കത്തില്ലല്ലോ. എടാ, ഐശ്വര്യ ഇവിടുന്ന് പറഞ്ഞു വിട്ടത് ഞാനാ. ഏട്ടൻ എന്തേ പറഞ്ഞേ? നിങ്ങളാണ് പറഞ്ഞു വിട്ടത്. എന്താടാ എന്തൊക്കെ നീ പറയുന്നേ? വിവാഹത്തിന് സമ്മതമാണെന്ന് ഐശ്വര്യ അറിയിച്ച ഈ സമയത്ത് തന്നെ അവളെ നിങ്ങൾ എങ്ങോട്ടാ പറഞ്ഞു വിട്ടെ? ഐശ്വര്യക്ക് വിവാഹത്തിന് സമ്മതമാണെന്ന് നീ വെറുതെ അങ്ങ് പറഞ്ഞാ പോരാ. ഐശ്വര്യയുടെ പ്രണയം വെറും അഭിനയമായിരുന്നു. എന്താ എന്താ പറഞ്ഞേ? അഭിനയോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സത്യമാണ് പ്രണവേ, ശിവാനിയോടുള്ള ദേഷ്യത്തില് നിന്റെ ജീവിതം തകരുമെന്നൊരു ഘട്ടം വന്നപ്പോ നിന്റെ മനസ്സിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തന്നെ ഏർപ്പെടുത്തിയ ഒരു പെണ്ണ് മാത്രമായിരുന്നു ഐശ്വര്യ. നിനക്ക് മറ്റൊരു പെണ്ണുമായി അടുപ്പമുണ്ടെന്നറിഞ്ഞാൽ ശിവാനിയുടെ മനസ്സ് മാറുമെന്നും തിരിച്ചു വന്ന് അവള് നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയുമെന്നും ഞങ്ങൾ കണക്കുകൂട്ടി. സത്യമാണോ നിങ്ങളീ പറയുന്നേ? പറയട്ടെ, ഈ പറഞ്ഞയൊക്കെ നേരാണോ? സത്യമാണ് പ്രണവേ. കാര്യങ്ങൾ ഇനി ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ശിവാനിയുടെ ജീവിതം നശിച്ചു പോകരുതെന്നും അവളെ തിരുത്തി നല്ലൊരു പെണ്ണായിട്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നും ഞങ്ങൾ ആഗ്രഹിച്ചു. ഞങ്ങളിതൊക്കെ ചെയ്തത് നല്ലതിനു വേണ്ടി മാത്രമായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ശിവാനി മാറുകയും ചെയ്തു. എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഐശ്വര്യ അപ്പൊ എന്റെ മുന്നിൽ അഭിനയിക്കുമായിരുന്നോ? എന്നെ പറ്റിക്കുമായിരുന്നോ? എന്തിനാണ് ഗൗതം നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? നീ ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ? പറയട്ടാ, ശിവാനിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇതൊക്കെ ആയിട്ട് കള്ളം പറയുന്നതല്ലേ?
അല്ലടാ, ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ ഇനി ഒരിക്കലും നീയും ഐശ്വര്യം തമ്മിൽ കാണാതിരിക്കാൻ വേണ്ടി അവളെ ഞാൻ ഹൈദരാബാദിലേക്ക് ഒരു ജോലി ശരിയാക്കി അയച്ചു. അപ്പോ ഞാൻ വീണ്ടും ചതിക്കപ്പെട്ടല്ലേ? വിഡ്ഢിയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു. മോനെ, നീ കരയല്ലേടാ, നീ വിഷമിക്കല്ലേടാ. എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഈ വിഷമം ഇവൻ എങ്ങനെ സഹിക്കും? ശരിക്കും നീ അല്ലടാ അവനെ ചതിച്ചത്. എല്ലാവർക്കും പറ്റിക്കാവുന്ന ഒരാളാണ് ഞാൻ, അല്ലേ? എന്നെ ഏത് വിധത്തിലും വിഡ്ഢിയാക്കാം. പ്രണയിച്ച് വിവാഹം കഴിച്ച് പറ്റിക്കാം, അച്ഛനാവാൻ പോകുന്നു പറഞ്ഞുകൊണ്ട് പറ്റിക്കാം, പ്രണയം അഭിനയിച്ച് പറ്റിക്കാം, നിന്റെ ജീവിതമാണ് വലുതെന്നും പറഞ്ഞുകൊണ്ട് കൂടെ നിൽക്കുന്നതെന്ന് കാണിച്ച് പറ്റിക്കാം. എന്തൊരു വൃത്തികെട്ടൊരു ജന്മം എന്റെ. അനിയന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായിട്ട് ഇവൾ ഇറങ്ങിയപ്പോഴേ ഞാൻ ഊഹിച്ചു ഇതിലെന്തെങ്കിലും ചതി കാണുമെന്ന്. ശരിക്കും നീ ഒരു സാഡിസ്റ്റ് ആണോടി? എവിടുന്നോ ഒരുത്തിയെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്ന് പ്രണയം അഭിനയിപ്പിച്ച് ഒരുത്തനെ വിഡ്ഢിയാക്കിയിട്ട് കണ്ടുനിന്ന് രസിക്കുന്നു അല്ലേ? കിട്ടിയ അവസരം മുതലാക്കല്ലേ ആന്റി. പ്രണവേ, ഞങ്ങൾ ഈ ചെയ്തതൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാ. നീ വിഷമിക്കരുത്. ഐശ്വര്യയുടെ ഇഷ്ടം ചിലപ്പോൾ അഭിനയമായിരിക്കും, പക്ഷെ ശിവാനി അങ്ങനെയല്ല. നിന്നെ നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോ സ്വയം തിരുത്താൻ ശിവാനി തയ്യാറായില്ലേ? നിനക്ക് വേണ്ടി മരിക്കാൻ പോലും തുനിഞ്ഞില്ലേ? നിങ്ങളെ രണ്ടുപേരും ഞാൻ എത്രത്തോളം വിശ്വസിച്ചതാ. എന്നോട് ഈ ചതിയൊന്നും ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല. ഇത് ചതിയല്ല പ്രണവേ, എല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. നീ പഴയതെല്ലാം മറക്കണം. ശിവാനിയെ നീ സ്വീകരിക്കണം. ഇപ്പോഴല്ലേ കാര്യങ്ങളെല്ലാം കൃത്യമായത്. എങ്ങനെയെങ്കിലും നിനക്ക് നിന്റെ അമ്മാവിന്റെ മകളെ ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കണം, അല്ലേ? അമ്മ പറഞ്ഞ തന്നെ ശരി. എന്റെ ജീവിതം കൈവിട്ടു പോകുന്നുള്ള വിഷമം കൊണ്ടൊന്നും അല്ല നിങ്ങൾ ഐശ്വര്യ കൊണ്ട് ഈ തറപ്പണി ചെയ്യിപ്പിച്ചത്. എല്ലാം അവളെ, ആ ശിവാനിയെ രക്ഷിക്കാനുള്ള അടവുകളായിരുന്നു. ഞങ്ങൾ ചെയ്തതൊരു വലിയ ശരിയായിരുന്നു എന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, അതൊരു തെറ്റേ അല്ല. ഞങ്ങൾ ചെയ്തതിലെ ശരിയും തെറ്റും ഒരു തുലാസിൽ വെച്ച് തൂക്കി നോക്കിയാൽ അതിൽ ശരി തന്നെയായിരിക്കും കൂടുതലുള്ളത്.